നമസ്കാരം. ഹരിതകർമ്മസേന. ഈ ഹരിതകർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, പച്ചപ്പിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എന്നെക്കാൾ ബുദ്ധിയുള്ളവരായതുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങൾ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അപ്പോൾ ഹരിതകർമ്മസേന എന്ന് പറയുന്ന സംവിധാനം നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിൽ ഉണ്ട്. അപ്പോൾ ഇവരുടെ പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ വീടുകളിൽ വരിക, കടകളിൽ നിന്ന് 100 രൂപ മാസം, വീടുകളിൽ നിന്ന് 50 രൂപ. ഇത് നമ്മൾ കൃത്യമായിട്ട് കൊടുത്തില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ആവശ്യത്തിന് വേണ്ടി ചെല്ലുകയെന്ന് കൂട്ടിക്കും, അതാ പഞ്ചായത്തിൽ. അപ്പോൾ ഇവന്മാരെ ഡ്യൂ എന്നൊക്കെ പറഞ്ഞ് പിടിക്കുമല്ലോ. അങ്ങനെ പിടിക്കുന്നൊരു പരിപാടിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ കുഴപ്പമില്ല. പക്ഷെങ്കിൽ അവർ ചെയ്യേണ്ട ഒരു കാര്യം, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, പബ്ലിക് പ്ലേസിൽ നിങ്ങൾക്ക് ബീഡി വലിക്കാൻ പാടില്ല, പബ്ലിക് പ്ലേസിൽ നിങ്ങൾക്ക് ബീഡി വിൽക്കാം എന്ന് പറയുമ്പോൾ കുറേയധികം കമൻറ്റുകൾ വന്നു. ഇതിനോടനുബന്ധിച്ച് തന്നെയാണ് ഈ ഒരു വാർത്തയിൽ നമ്മൾ ഇന്ന് അവതരിപ്പിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്ന ഒരു വസ്തു, അത് നിങ്ങളുടെ വീടിൻ്റെ മുകളിൽ റോഡ് വെക്കുക എന്ന് പറയുന്ന മര്യാദകളല്ലേ? മലയാളത്തിൽ പറയാൻ ശുദ്ധമായ തെമ്മാടിത്തരം വേണ്ടി നിങ്ങൾ ആലോചിച്ച് നോക്കി. എന്നാൽ പിന്നെ നിങ്ങളുടെ വീട്ടിൽ തന്നെ കിടന്നാൽ പോരെ? നിങ്ങൾ 50 രൂപ കൊടുക്കുകയും വേണം, നിങ്ങളുടെ വീടിൻ്റെ വാതിൽക്ക് തന്നെ ഈ സാധനം കിടക്കുകയും വേണം. ഇത് സംബന്ധിച്ച് എനിക്ക് ഒരു വീഡിയോ അയച്ചു തന്നു. അത് കേരളത്തിലെ ഏത് പഞ്ചായത്താണെന്ന് പറയുന്നില്ല. ഇതുപോലെ നമ്മുടെ ചാനലെല്ലാം ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കാം, ഈ സംഭവം കൊടുക്കാമെന്ന്. അപ്പം ഇതോടൊപ്പം ഞാൻ ചേർക്കുന്നുണ്ട്, നിങ്ങൾക്ക് സൈഡിൽ കാണാം. അപ്പോൾ ഈ പരിപാടി നല്ലതല്ല. ഒന്നുകിൽ നിങ്ങൾ പൈസ മേടിക്കാതിരിക്കാം. ഇതിപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിൽ നല്ല തെണ്ടി ചെയ്യുന്നതാണ്. കുറേ കാര്യങ്ങൾ, ഹെൽമെറ്റ്, ഇങ്ങനെ കുറേ സാധാരണ മനുഷ്യനെ പിഴിയുക, ഇതാണ് ഇപ്പോഴത്തെ ഒരു പരിപാടി എന്ന് പറയുന്നത്. എടാ, ഈ ഹരിതകർമ്മസേന എന്ന സാധനം നടത്തണമെങ്കിൽ അത് ഹരിതകർമ്മം തന്നെ ആയിരിക്കണം. ഇത് എടുത്തുകൊണ്ട് പോകുന്ന സാധനം എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? വഴി കൊണ്ട് വെക്കുക, എന്നിട്ട് നാറ്റം ഉണ്ടാക്കുക, നാട്ടുകാർ കൊണ്ട് നാറ്റം ഉണ്ടാക്കുക. ആ പരിപാടി നടക്കത്തില്ല സർക്കാരെ. അത് മോശമാണ്, എന്തായാലും അത് മോശമാണ്. നിങ്ങൾ ആലോചിക്കണം, കേരളത്തിൽ നമുക്കറിയാവുന്നതാണ്, പല ജനകീയ വിഷയങ്ങളും ആദ്യം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ചതല്ല. എന്നിട്ട് കാരണം വെച്ചാൽ നമുക്കറിയാം, ഇത് എല്ലാവരെയും, എല്ലാ പഞ്ചായത്തുകളെയും ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് തന്നെ ആ സുഹൃത്ത് എനിക്ക് അയച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞു, അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇന്ന പഞ്ചായത്തിൽ ഇന്ന പോലെ വിഷയമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാ പഞ്ചായത്തുകളും ഇതന്നെ അവസ്ഥയെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് നിങ്ങൾ ചെയ്യണം എന്നിട്ട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ, ഒരു പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് മാത്രം, മാധ്യമപ്രവർത്തനം പൊതുപ്രവർത്തനമാണെന്ന് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ, ഞാൻ ഈ സാധനം ഒരു വാർത്ത ചെയ്യുന്നേ ഉള്ളൂ. നിങ്ങൾ നോക്ക്, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഞാൻ ഒത്തിരി കേരളത്തിൽ മിക്ക സ്ഥലങ്ങളിൽ ഞാൻ പലപ്പോഴായിട്ട് ഈ നമ്മുടെ വാർത്താപരമായ കാര്യങ്ങളോട് പ്രത്യേകിച്ച് ഞാൻ സഞ്ചരിക്കുന്ന ആളാണ്. അപ്പോൾ ഞാനീ കാണുന്ന ഇവിടെ എല്ലായിടത്തും ഈ പറഞ്ഞാൽ ഈ കുന്നുകൂട്ടിയിട്ടിരിക്കുക. യുവന്മാർ പറയുന്നത് ലോറി വരുന്നില്ല, ലോറി വരാത്ത ഞങ്ങളുടെ കുഴപ്പമാണോ? അല്ല നിങ്ങളുടെ കുഴപ്പമാണോ? അത് സിസ്റ്ററിൻ്റെ പ്രശ്നമല്ലേ? ആ പ്രശ്നം നിങ്ങൾ ആദ്യം പരിഹരിക്കുക. ഇത്രാം തീയതി ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഗ്യാസ് വണ്ടി വരുമ്പോൾ, ഇപ്പോൾ എൻ്റെ വീട്ടിലാണ് ഗ്യാസിൻ്റെ വണ്ടി വരുന്നത്, വെള്ളിയാഴ്ച വരുന്നത്. അപ്പോൾ എൻ്റെ വീട്ടിലെ LPG തീർന്നു കഴിഞ്ഞാൽ ഞാനെടുത്ത് വണ്ടി ഇവിടെ വെക്കും. അപ്പോൾ ഇത്രാം തീയതി വരുന്നുണ്ട് എന്ന് ഞങ്ങളുടെ ലോറി വരുന്നുണ്ടെന്ന് പറയാം. അപ്പോൾ ഇവർക്ക് സോർട്ട് ഔട്ട് ചെയ്തിട്ട് ഈ സാധനം നമുക്ക് വെക്കാമല്ലോ. എന്നിട്ടാണ് ഈ തെമ്മാടിത്തരം കാണിക്കുന്നത്. വഴി നീളാതെ ചാക്കിൻ്റെ അകത്ത് അട്ടി അടുക്കി വെച്ചിരിക്കുക. നാണം കെട്ട രീതി കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ നാളെ കാണാം. നമസ്കാരം. 10ാം ക്ലാസ് പാസ്സാണോ? എങ്കിൽ നിങ്ങൾക്കും പോകാമെന്ന് UK, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, അയർലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ. എങ്ങനെയാണെന്നല്ലേ? CPD അപ്രൂവ്ഡ് ആയ കെയർ ഗിവർ ഹെൽത്ത് കെയർ അസിസ്റ്റൻസ് കോഴ്സ് 3 months പ്രാക്ടിക്കൽ സെക്ഷൻ പ്ലസ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസോട് കൂടിയാണ് ഡ്രീം സ്ട്രീറ്റ് നിങ്ങൾക്കായി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ മനസ്സിലായില്ലേ? 10ാം ക്ലാസ് പാസ്സായവർക്കും അത്യാവശ്യം നല്ല സാലറിയിൽ യൂറോപ്യൻ കൺട്രീസിൽ പോയി വർക്ക് ചെയ്യാനുള്ള അവസരമുണ്ടെന്ന്. അബ്രോഡ് പോകാനുള്ള നിങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരം ഇനി ഡ്രീം സ്ട്രീറ്റിലൂടെ നിങ്ങൾക്ക് സാധ്യമാക്കാം.